സാമ്രാജ്യത്വ ഭീകരത. വൻകിട രാഷ്ട്രങ്ങൾ സൈന്യവും ആയുധവും ഉപയോഗിച്ച് ശക്തി കുറഞ്ഞ മൂന്നാം ലോക രാഷ്ട്രങ്ങളെ ഭയപ്പെടുത്തിയും ജനങ്ങളെ കൊന്നൊടുക്കിയും സ്വന്തം രാഷ്ട്രത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും നാനാമേഖലകളിലും അധിനിവേശം നടത്തിക്കൊണ്ട് ലോകത്തെ അധീനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതിനെയാണ് സാമ്രാജ്യത്വ ഭീകരത എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. വൻകിട രാഷ്ട്രങ്ങൾ തങ്ങളുടെ മേൽക്കോയ്മ അംഗീകരിക്കാത്ത രാഷ്ട്രങ്ങളെ ഭീകര തീവ്രവാദ രാഷ്ട്രങ്ങൾ എന്ന് ആരോപിച്ച് അധിനിവേശത്തിനുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നു. യഥാർത്ഥത്തിൽ ലോകത്ത് ആരാണ് ഭീകരത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു കാലത്ത് ബ്രിട്ടന്റെ അധീനതയിലായിരുന്ന ഫലസ്തീനിലെ തദ്ദേശവാസികളെ പുറത്താക്കി അവിടെ അന്യായമായി ജൂതന്മാരെ കുടിയിരുത്തുകയും ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കാനുള്ള സർവ്വസഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തത് അമേരിക്കയാണ്. ഇന്ന് 50 ലക്ഷത്തോളം ഫലസ്തീൻ ജനത വിവിധ രാഷ്ട്രങ്ങളിൽ അഭയാർത്ഥികളായി കഴിയുന്നു. അമേരിക്കയിലെ ആദിമനിവാസികളായിരുന്ന റെഡ് ഇന്ത്യൻസിനെ കൂട്ടക്കൊല ചെയ്തുകൊണ്ടാണ് ഇന്നു കാണുന്ന അമേരിക്കയ്ക്ക് അസ്ഥിവാരമിട്ടത്. ഒന്നാം ലോകമഹായുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് 5,12,16,000 മനുഷ്യരാണ്. രണ്ടാം ലോകയുദ്ധത്തിൽ 6,03,00,000 പേരും കൊല്ലപ്പെട്ടു. ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വർഷിച്ചപ്പോൾ തൽക്ഷണം മരണമടഞ്ഞത് 2 ലക്ഷം മനുഷ്യരാണ്. വിയറ്റ്നാം യുദ്ധത്തിൽ 30 ലക്ഷം മനുഷ്യരും വധിക്കപ്പെട്ടു. അമേരിക്കയുടെ തന്ത്രപരമായ പ്രേരണയോടെ നടത്തിയ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ മരിച്ചത് 5 ലക്ഷം മനുഷ്യരാണ്. ഏറ്റവും അവസാനം ഇറാഖ് അധിനിവേശത്തിൽ 1 ലക്ഷം പേർ കൊല്ലപ്പെട്ടു. ഇങ്ങനെ അധിനിവേശത്തിലൂടെയും യുദ്ധങ്ങളിലൂടെയും ലോകത്തെ തന്നെ വിഴുങ്ങാൻ ശ്രമിക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള വൻ ശക്തി രാഷ്ട്രങ്ങളാണ് ഇന്ന് ലോകത്ത് അസമാധാനവും ഭീകരതയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അരുളുന്നു, അധികാരം ലഭിച്ചാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനും കൃഷിനാശം വരുത്തുവാനും മനുഷ്യകുലത്തെ നശിപ്പിക്കുവാനുമാണ് അവർ ശ്രമിക്കുക. അല്ലാഹു കുഴപ്പം ഇഷ്ടപ്പെടുന്നില്ല.